all the youngsters. I really enjoyed. When I say that our elders don't take it as a bad, because last 3 days I was listening your singing, but I enjoyed a lot today. But it's my prayer that what you sang today, let it be in your heart and life. Let the Lord guide you all. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി പ്രിയപ്പെട്ട അച്ഛന്മാരോട് ദൈവമക്കളോട് ചേർന്ന് ലഭിച്ച നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്ന് ഈ സമാപന ദിവസം നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പമായി പങ്കുവെക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാരും ഭാരപ്പെടേണ്ട. 12 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. ഞാൻ പ്രസംഗിച്ച് തീർത്താലും ഇല്ലെങ്കിലും ഞാൻ 12 മണിക്ക് മുമ്പ് ക്ലോസ് ചെയ്യും. പിന്നെയാണ് മനസ്സിലായി ഇതൊരു നല്ല ഡിസപ്ഷനാണ്. എനിക്ക് നേരെയുള്ള ബ്ലോക്കിൽ സമയം 11:30. അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് 10 മിനിറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ബ്ലോക്ക് 10 മിനിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് 10 മിനിറ്റ് കുറച്ച് വെക്കണം. കാര്യം ഇത് നിങ്ങളല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എൻ്റെ ബ്ലോക്കിൽ 12:05 ആകുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്യും. കാര്യം വലിച്ചു നീട്ടി പറയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ കൂടെ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും സഭയുടെ കമ്മിറ്റിയോടും സഭയിലെ ദൈവമക്കളോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നോർമലി കൺവെൻഷൻ്റെ അവസാനം പ്രസംഗിക്കുന്നത് കർത്താവിൻ്റെ വരവാണ്. ഇന്ന് ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് എ യൂത്ത് സൺഡേ. സോ ഞാൻ വിചാരിച്ച ഒരല്പം കൂടെ കൺവിൻസിങ് ആയിട്ട് അവർക്കും കൂടെ മനസ്സിലാകുന്ന വിധത്തിൽ പതുക്കെ പ്രസംഗിക്കാമെന്ന്. അപ്പോൾ ഇന്നലെയും മിനിങ്ങാനും ഒക്കെ സ്പീഡ് കൂടുതലായതുകൊണ്ട് പലർക്കും പിടികിട്ടിയില്ല എന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അല്പം സ്പീഡ് കുറച്ച് പതുക്കെ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്ന് നമ്മൾ ഇവാഞ്ചലിയോനായി വായിച്ച വേദഭാഗം മത്തായി സുവിശേഷം 19-ാം അധ്യായം 16 തൊട്ട് 21 വരെയുള്ള വേദവാക്യങ്ങൾ. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 16 to 22. ഞാനത് വായിക്കുന്നില്ല. അത് അവിടെ ഒരു മനുഷ്യൻ ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്നു. Man came and asked Jesus that what shall I do to inherit the eternal life. ഇതേ പാസേജ് തന്നെ മർക്കോസിന്റെ സുവിശേഷം Gospel of Mark chapter 10 verse 17 to 22. 10:17 തൊട്ട് 22 വരെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ഈ വേദഭാഗത്ത് നിന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ വചനം പരിജ്ഞാനത്തോടെ പറയാനുള്ള കൃപ അടിയന് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. 3 ദിവസം അവരുടെ മക്കളുടെ മുമ്പിൽ നിന്ന് ഈ പുസ്തകം തുറന്നു വെച്ച് തിരുവചനം സംസാരിപ്പാൻ അതരത്തിനും തൊണ്ടയ്ക്കും ജീവിതത്തിനും തന്ന ബലത്തിനായി സ്തോത്രം. എല്ലാം നന്മകൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നല്ല നാമത്തിൽ തന്നെ ആമേൻ. സാധാരണ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, യേശുവിന്റെ അടുക്കൽ വന്നവരാരും ദുഃഖിതരായി പോയിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ഞാനും പലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ വേദവാക്യം വായിക്കുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. യേശുവിന്റെ അടുക്കൽ വന്നതിൽ വളരെ ചുരുക്കം പേരാണ് ദുഃഖിച്ചു പോയത്. അതിലൊരുവനാണ് ഇവൻ. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ചിന്ത വരാം, ഇവനാളത്ര ശരിയല്ല. ഇവൻ ശരിയല്ലാത്തത് കൊണ്ടാണ് ഇവൻ ദുഃഖിച്ചു പോയി കളഞ്ഞത്. അത് നമ്മൾ ഈ നോർമൽ ക്രിസ്ത്യാനികൾക്കെല്ലാം ഉള്ള ചിന്തയാണ്. എന്താ ചിന്ത? നമ്മളെക്കാൾ നല്ല ആൾക്കാര് ഭൂമിയിൽ വേണയിടത്ത് മലത്തിരിക്കുന്നവരൊക്കെ നോക്കിച്ച് പറഞ്ഞോ, എന്നേക്കാൾ നല്ല പുള്ളികളാരും ലോകത്തിലില്ല. അത് മാത്രമല്ല, ഞാനിരിക്കുന്ന കസേര കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞാനടക്കം ഉള്ളവര്. അപ്പോൾ നമ്മൾ പറയും ഇവനാണ് ശരിയല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇവന് നമ്മളെക്കാൾ ഒത്തിരി നല്ല ഗുണമുണ്ട്. 4 നല്ല ഗുണം ഞാൻ നിങ്ങളോട് പറയാം. യേശുവിന്റെ അടുക്കൽ വന്ന മനുഷ്യന് ഉണ്ടായിരുന്ന 4 ഗുഡ് ക്വാളിറ്റീസ്. ഒന്നാമത്തെ ഗുണം നോക്കുക, 17-ാം വാക്യം. അവൻ ഓടി വന്ന് മുട്ടുകുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, he bowed down, kneel down before the Lord എന്ന് എഴുതി വെച്ചേക്കുന്നത്. ദൈവമക്കളെ, ഈ kneel down എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? bow down എന്ന് പറഞ്ഞാൽ, മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ?
സിമ്പിൾ ഉത്തരമാണ്. അവൻ ആരാധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അത് ശ്രദ്ധിക്കണം കേട്ടോ. എവിടെ ആരാധിക്കുന്നത് നോക്കണം. പള്ളിയിലാണോ ആരാധിച്ചത്? അല്ല. എവിടെ ആരാധിച്ചത്? അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ഒരുവൻ ഓടി വന്ന് നാട്ടുകാർ നോക്കി നിൽക്കെ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. സ്തോത്രം. ശ്രദ്ധിക്കണം. ഞാൻ ഈ പള്ളി ചെല്ലുമ്പോഴേ, നിങ്ങളോടല്ല, നോർമലി പള്ളി ചെല്ലുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ പള്ളി വന്നേ? എന്തിനാ പള്ളി വന്നേ? പള്ളി വന്നത് എന്തിനു വേണ്ടിയാ? ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. എന്തിനാ? ഉത്തരം, ആരാധിക്കാൻ. Why did we come to church? Answer is very simple. ദൈവത്തെ ആരാധിക്കാൻ. എന്നാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. പള്ളി കയറുന്നേക്കാൾ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടിയ നമ്മൾ എന്തൊക്കെ സംസാരിക്കും? ചെയിൻ ഓഫ് തോട്ട്സ് എന്ന് പറയും. നമ്മൾ ഒരു വിഷയം ആരംഭിക്കും, അത് അവസാനിപ്പിക്കുമ്പോൾ ആ വിഷയമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് നോക്കിയാൽ മതി. ചെയിൻ ഓഫ് തോട്ട്സ്. ഞാൻ ആരംഭിച്ച വിഷയമാവില്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആരംഭിച്ചത് ഇവിടെ നടക്കാൻ പോകുന്ന വെള്ളിയാഴ്ച ചന്തയെ കുറിച്ചായിരിക്കും, അവസാനിപ്പിക്കുന്നത് പെൻഡഗണിനെ കുറിച്ചായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത വിഷയമായിരിക്കും അവസാനിപ്പിക്കുന്നത്. അപ്പൊ പള്ളി കയറുന്നതിന് മുമ്പ് ഒത്തിരി സംസാരിക്കും. പള്ളി കഴിഞ്ഞിറങ്ങുമ്പോഴോ അച്ഛൻ പറഞ്ഞു എല്ലാവർക്കും കാപ്പിയും ചായയും. ബിരിയാണി ഉണ്ടോ അച്ഛൻ? ഇന്നില്ല. ഇന്നെല്ലാവർക്കും അടുത്ത ആഴ്ചയാണ്. അപ്പൊ എല്ലാവർക്കും കാപ്പിയും ചായയും ഉണ്ട്. ഈ കാപ്പിയും ചായയും കുടിക്കുമ്പോഴും നമ്മൾ സംസാരിക്കും. പക്ഷെ പള്ളിക്കകത്ത് കയറിയ നമ്മളെല്ലാവരും പഴഞ്ചൊല്ല് കാത്തു സൂക്ഷിക്കും. എന്താണെന്നറിയാമോ? മൗനം. ബോംബെ വരെത്തിയില്ലേ പഴഞ്ചൊല്ല്? നാട്ടിലെ പഴഞ്ചൊല്ല. മൗനം വിദ്വാന്. അയ്യോ, നിങ്ങൾ എന്തിനാ പള്ളി വന്നേ? മൗനമായിട്ടിരിക്കാണോ? അല്ല. The answer is very simple. I came to worship my Lord with all my heart, my life, my soul and my mind. ഞാൻ വന്നത് എന്റെ ദൈവത്തെ ആരാധിക്കാനാ. പക്ഷേ നോർമലി ഐ സീ സൈലൻസ് ഇൻ ദ ചർച്ച്. സഭയ്ക്കകത്ത് വളരെ മൗനമാണ് അധികം കാണാറ്. There I appreciate this young man. അവിടെ ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നറിയാമോ? He bowed down before the Lord. Because അത് ചർച്ച ആയിരുന്നില്ല. പെരുവഴിയിൽ നാട്ടുകാര് കാണെ അവൻ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. അവൻ യേശുവിനെ നമസ്കരിച്ചു. അപ്പൊ ഒന്നാമത്തെ ഗുണം, അവൻ യേശുവിനെ നമസ്കരിച്ചു. രണ്ടാമത്തെ ഗുണം നോക്കണേ, അവൻ യേശുവിനെ വിളിക്കുന്ന വിളിപ്പേരുണ്ട്. എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്? ഗുഡ് മാസ്റ്റർ, അല്ലേ? നല്ല ഗുരു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ചിന്തയിൽ ചിന്തിക്കരുത്, അവരുടെ രീതിയിൽ ചിന്തിക്കണം. ഈ യഹൂദന്മാർ ആരെങ്കിലും നല്ലവരെന്ന് വിളിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ പേര് പറയാം. ലെറ്റ്സ് കൺസിഡർ മോസസ്. എന്താ മോശയെ വിളിച്ചത്? മോശയെ അവരെ വിളിച്ചത് ദൈവത്തിന്റെ മുഖാമുഖമായി കണ്ട മനുഷ്യൻ, അല്ലെങ്കിൽ ദ ഫ്രണ്ട് ഓഫ് ഗാഡ്. അബ്രഹാമിനെ എന്താ വിളിച്ചത്? മാൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസികളുടെ ഫാദർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിച്ചു. ദാവീദിനെ എന്താ വിളിച്ചത്? മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിച്ചു. ഇയ്യോബിനെ എന്താ വിളിച്ചത്? നീതിമാനായ മനുഷ്യൻ. ഹാനോക്കിനെ എന്താ വിളിച്ചത്? The man who walked with God, ദൈവത്തോട് കൂടെ നടന്നവൻ. ഇങ്ങനെ പറയാൻ പോയ വിശുദ്ധന്മാർക്കെല്ലാം പല പേരുണ്ട്. ഇരമിയാവിനെ എന്താ വിളിച്ചത്? The prophet who was lamenting, കരയുന്ന പ്രവാചകൻ. പല പേരുണ്ട്. പക്ഷെ ഒറ്റ ആൾക്കാരെ നല്ലവൻ എന്ന് വിളിച്ചിട്ടില്ല. നല്ല അബ്രഹാം എന്ന് വിളിച്ചിട്ടില്ല, നല്ല മോശ എന്ന് വിളിച്ചിട്ടില്ല, നല്ല ദാവീദ് എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ ആരെയാ നല്ലവൻ എന്ന് വിളിച്ചത്? അയ്യോ, അത് മനസ്സിലാക്കാൻ ദൂരെ പോകണ്ട, സങ്കീർത്തനത്തിലേക്ക് പോയാൽ മതി. എന്താ സങ്കീർത്തനം? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന്റെ ഡെസിഗ്നേഷൻ ആണ് ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദൈവം നല്ലവനല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ വന്ന് യേശുവിനെ നല്ലവൻ എന്ന് വിളിക്കുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്നറിയാമോ? അവൻ യേശുവിനെ ദൈവമായി, കർത്താവായി അംഗീകരിച്ചു. He accepted Jesus as his Lord and Savior. അപ്പോൾ ഈ മനുഷ്യന്റെ ക്വാളിറ്റി രണ്ടായി. ഒന്ന്, അവൻ യേശുവിനെ ആരാധിച്ചു. രണ്ട്, അവൻ യേശുവിനെ അംഗീകരിച്ചു, accepted. മൂന്നാമത്തെ ക്വാളിറ്റി, അവന് നല്ലൊരു ആഗ്രഹം ഉണ്ടാകുന്നു. എന്താ അവന്റെ ആഗ്രഹം? എന്താ ആഗ്രഹം?
നിത്യജീവനെ അവകാശമാക്കണം. കർത്താവെ, ഞാനിവിടെ വന്നത് ഞാൻ വലിയ ധനമാണ്, പക്ഷെ എൻ്റെ ധനം വർദ്ധിപ്പിക്കാനല്ല, എൻ്റെ അതിർത്തി വർദ്ധിപ്പിക്കാനല്ല, എൻ്റെ വീട്ടിലെ കാര്യം പറയാനല്ല. ഞാൻ വന്നത് ഒറ്റ കാര്യത്തിനാണ്. കർത്താവെ, എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് നിത്യജീവനെയാണ്. അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ലോർഡ്, വാട്ട് ഷാൽ ഐ ഡു ടു ഇൻഹെറിറ്റ് ദി എറ്റേണൽ ലൈഫ്? അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ആ മനുഷ്യനെ നോക്കി എന്താ പറയണ്ടേ? നല്ല ആഗ്രഹമുള്ള മനുഷ്യൻ, ഗുഡ് ഡിസയേഴ്സ്. അപ്പൊ 3 ഗുണമായി എന്തൊക്കെയാ? ഓർത്തു വെക്കണേ. എല്ലാ ദിവസത്തെ മറന്നാലും അവസാനമല്ലേ, മറക്കരുത്. 1, അവൻ യേശുവിനെ ആരാധിച്ചു. 2, അവൻ യേശുവിനെ അംഗീകരിച്ചു. 3, അവൻ യേശുവിൽ അവൻ നല്ല ആഗ്രഹത്തോടെ വന്നു എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിച്ചു. അവസാനത്തെ കാര്യം പറഞ്ഞേക്കുക. യേശു പറഞ്ഞു, നീ സ്വർഗത്തിൽ പോകാൻ എന്താ ചെയ്യണ്ടേ? കൽപ്പനകളെ പ്രമാണിക്കാം. ഒബേ ദ കമാൻഡ്മെന്റ്. അത് കേട്ടപ്പോ അവൻ ചോദിച്ചു, അത് ഏതൊക്കെയാ കർത്താവേ? അപ്പൊ കർത്താവ് അവനോട് പറഞ്ഞു, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിടിച്ചു പറിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞപ്പോ ഈ മനുഷ്യനൊരു കാര്യം പറഞ്ഞു. എന്നറിയാമോ? കർത്താവേ, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ ചെയ്തു വരുന്നു. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹി ഒബേഡ് ദ കമാൻഡ്മെന്റ്സ് എന്ന് വെച്ചാൽ അനുസരിച്ചു എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞതിനെ 4 ആയിക്കകത്ത് ഉൾപ്പെടുത്താം. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ശരിയാവില്ല, മലയാളത്തിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. 1-ാമത്തെ എന്താ? അവൻ ആരാധിച്ചു. 2-ാമത്തെ അവൻ അംഗീകരിച്ചു. 3-ാമത്തെ അവൻ ആഗ്രഹിച്ചു. 4-ാമത്തെ അവൻ അനുസരിച്ചു. എന്ത് നല്ല മനുഷ്യനാ! നമ്മളെക്കാൾ ഒക്കെ യോഗ്യനാണ് അവൻ. ആരാധനയുള്ളവൻ, സ്വഭാവ ക്വാളിറ്റി ഉള്ളവൻ, ഇങ്ങനെ എല്ലാ ക്വാളിറ്റി ഉള്ളവനാണ് അവൻ. വന്നേച്ച് കർത്താവിനോട് ചോദിച്ചപ്പോഴാണ് ആ മനുഷ്യൻ ദുഃഖിതനായി പോയി. ശ്രദ്ധിക്കണേ, ഗുണമില്ലാത്തവനല്ല, പിടിച്ചുപറിക്കാരനല്ല, വ്യഭിചാരിയല്ല, കൊലപാതകിയല്ല, വഴക്കാളിയല്ല, മദ്യപ്രിയനല്ല, ജീവിതത്തിൽ ഒരു ദുർനടപ്പുമില്ലാതെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, കൽപ്പനകളെ അനുസരിക്കുന്ന അവൻ വന്നേച്ച് ദുഃഖിതനായി പോയി. സ്തോത്രം. ഇത്രയും വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് നമ്മുടെ ഒക്കെ കാര്യം എന്തായിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് തിരിച്ചു വരാം. കർത്താവ് അവനോട് പറഞ്ഞു, നീ സദ്ഗുണപൂർണനാകാൻ. അങ്ങനല്ല, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവനോടൊരു കാര്യം പറഞ്ഞു. നിനക്ക് എത്ര കുറവുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? യേശു അവനെ നോക്കി സ്നേഹിച്ചു. 21-ാമത്തെ വാക്യം, മാർക്ക് 10:21. യേശു അവനെ നോക്കി, എന്നിട്ട് ആ പദം ഒന്ന് ശ്രദ്ധിച്ചോ. നിനക്ക് ഒരുപാടുണ്ടെന്നല്ല പറഞ്ഞത്. ഇവിടെ ഇങ്ങോട്ട് നോക്കി, എല്ലാവരും നോക്കണേ. ഉറങ്ങാൻ ബാക്കി സമയമുണ്ട്. ഞാൻ 12 മണിക്ക് തീർക്കും, സത്യമായി പേടിക്കണ്ട. നിനക്ക് ഒരു കുറവില്ലാത്ത ഒരു കരം ഉയർത്തി സ്വന്തം ചെയ്താൽ പള്ളി ആരാധിക്കാൻ വന്നത് എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഭാര്യ ഇവിടെ വരാത്തോണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ എടുത്ത് കൊടുത്തേച്ച് പറയാം, ഈ മനുഷ്യൻ്റെ കുറവ് എഴുതി തരാൻ പറയും. അപ്പൊ ഈ പഠിക്കുന്ന പിള്ളേർ പരീക്ഷ എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈവെപ്പിച്ച് പറയും, സാർ പേപ്പർ. മനസ്സിലായോ? എൻ്റെ ഭാര്യയ്ക്ക് ഒരു പേപ്പർ ഞാൻ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ പറയും, ഒരു പേപ്പർ കൂടെ. നോക്കണ്ട അച്ഛാ, കുറച്ചും ഇത് തന്നെയാണ് പറയുന്നത്. പേപ്പർ. അത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തമ്മിൽ നോക്കിച്ചു. പേപ്പർ എന്താ പറയുക? ഇഷ്ടം പോലെയാണ്, ഒന്നൊന്നുമല്ല. ഞാൻ ചിന്തിച്ചു, ദൈവം ഒരു ഗുണമുള്ളവന് സ്വർഗം കിട്ടത്തില്ലേ? അവിടെ ചിന്തിക്കണം. ആ ചിന്തയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്നത്. എന്താ ചിന്തിക്കുന്നത്? ഞാൻ ഒരിക്കലും സെമിനാരിൽ പഠിക്കുന്ന സമയം ബൈബിൾ സ്കൂളിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോവുക. പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് ബസ് കയറി കോട്ടയത്ത് വന്നു. അപ്പോൾ KSRTC സ്റ്റാൻഡിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ബസ്സാണ് തൃശ്ശൂർക്ക് പോകാൻ. പാലക്കാട്, പിന്നെ കോഴിക്കോട്, നിലമ്പൂർ, മാനന്തവാടി, ഏതെങ്കിലും വണ്ടിയിൽ കയറിയിരുന്നാൽ മതി. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ KSRTCയുടെ മുമ്പിൽ ഒരു ഒറ്റ സീറ്റുണ്ട്, ഡ്രൈവറെ നോക്കിയിരിക്കാൻ പറ്റിയ സീറ്റ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വണ്ടി കയറി ഉറങ്ങണം. ബസ്സിൽ കയറിയ പ്രത്യേകിച്ച് ട്രെയിനിൽ ഉറക്കം വരില്ല, ബസ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ എനിക്ക് ഉറങ്ങുമ്പോൾ ഈ തല പോയി മറ്റുള്ളവരൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പോൾ ഒരു കൺവിൻസിങ് ബസ്സിൽ അങ്ങ് കയറിയേക്കാന്ന് വെച്ചു. ആ ഒറ്റ സീറ്റ് നോക്കി ഞാൻ ആ ബസ്സിൽ കയറി. ഞാൻ അവിടെ ഇരുന്നു. ഏകദേശം വണ്ടി കോട്ടയം വിട്ടു. ഏറ്റുമാനൂർ എത്തുന്നതിന് മുമ്പ് കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുത്തു. ഞാൻ ടിക്കറ്റിന് പൈസ കൊടുത്തു. ടിക്കറ്റ് മേടിച്ച് പോക്കറ്റിൽ വെച്ചു. ഞാൻ ഉറക്കം ആരംഭിച്ചു. കൂത്താട്ടുകുളത്തിനും മോനിപ്പള്ളിക്കും ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്.
കണ്ണ് തുറന്നപ്പോൾ വണ്ടിക്കകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റ മനുഷ്യനില്ല, ഡ്രൈവറും ഇല്ല, കണ്ടക്ടറും ഇല്ല, പാസഞ്ചേഴ്സും ഇല്ല, ആരും ഇല്ല. ഒറ്റ മനുഷ്യൻ വണ്ടിക്കകത്തില്ല. ഞാൻ സ്റ്റാൻഡാണെന്ന് നോക്കിയപ്പോഴത്തെ ഒരു കാട് എന്ന് വെച്ചാൽ ഈ നടു റോട്ടില്ല. ഞാൻ പതുക്കെ എൻ്റെ മുഖമൊക്കെ കഴുകി വായൊക്കെ തുടച്ച് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നേച്ചു. കണ്ടക്ടറോട് ചോദിച്ചു എന്നാ പറ്റി. എന്നെ കണ്ടപ്പോൾ കണ്ടക്ടർ പറഞ്ഞ ബോധം കേട്ട് ഉറങ്ങുമല്ലേ, ഡിസ്റ്റർബ് ചെയ്തത് ഞങ്ങളും വെച്ചെന്നാണ്. ചമ്മിപ്പോയെന്ന് പറഞ്ഞാലും ഞാൻ ചോദിച്ചു എന്നാ പറ്റി. കണ്ടക്ടറിന് ഒന്നും പറ്റിയൊന്നുമില്ല, ഒരു ടയർ പഞ്ചറായിരുന്നു. അപ്പം എല്ലാവർക്കും ടിക്കറ്റ് എഴുതി കൊടുക്കും, അടുത്ത വണ്ടിക്ക് കയറിപ്പോക്കോ, ഫ്രീ ആയിട്ട് കയറിപ്പോകാം, ടിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊന്നുമില്ല, ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഇതെന്തുവാണ് ഇവൻ LKG ചോദ്യം കൊണ്ട് വന്നേക്കുന്നുണ്ട്. ഒരു ബസ്സിന് എത്ര ടയറുണ്ട് എല്ലാവർക്കും അറിയാം. അറിയില്ലെങ്കിൽ പോയി എണ്ണി നോക്കിയാൽ മതി. പുറത്ത് വണ്ടി കിടപ്പുണ്ട്, സ്കൂൾ ബസ് ഇഷ്ടം പോലെ, എണ്ണി നോക്കിയാൽ മതി. എത്ര ടയറുണ്ട്? 6 ടയർ. ഞാൻ തപ്പി നടന്നു, ഏത് ടയറാ പഞ്ചറായിരിക്കുന്നറിയാം. നോക്കിയപ്പോൾ പുറകിലത്തെ വലതുവശത്തെ റൈറ്റ് സൈഡിലെ ഒരു ടയറാ പഞ്ചറായിരിക്കുന്നത്. തിരിച്ചു ചോദിക്കാം, അയ്യോ സാറേ നമുക്ക് 6 ടയറില്ലേ, 5 ടയർ ബാക്കിയില്ലേ, ഈ ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കൂടെ? പോയാൽ എന്ത് പറ്റും? ഒന്നും പറയാൻ ഒക്കത്തില്ല, നീ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. എന്ന് വെച്ചാൽ 6 ടയറുള്ള 4 ടയറുള്ള വണ്ടിയുടെ ഒരു ടയർ കംപ്ലൈന്റ് ആയാൽ ആ വണ്ടി പോകില്ല എന്നുള്ളത് ഫിലോസഫി ആണെങ്കിൽ, ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പറയാം, മറച്ചു വെക്കുന്ന പാപം കൊണ്ടും ജീവിതത്തിലെ കുറവ് കൊണ്ടും സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരുപാട് പ്രശ്നം വേണ്ട, എത്ര മതി? 1 മതി. യാത്ര മുടങ്ങാൻ, പോക്ക് മുടങ്ങാൻ ഒരുപാട് പ്രശ്നം വേണ്ട, ഒരു പ്രശ്നം മതി. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ അപ്പൊ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണേ, സ്വർഗത്തിൽ പോകാൻ വന്നവനാ, നിത്യത പ്രാപിക്കാൻ വന്നവനാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, he came with his terms and conditions. അവൻ വന്നത് അവന്റെ ടേംസ് പറയാനാ. കർത്താവേ ഞാൻ ആള് നല്ലവനാ, നാട്ടുകാർ എന്നെ കുറിച്ച് നല്ലതാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പനമ്മയെ ബഹുമാനിക്കുന്ന, സൺഡേ സ്കൂളിലും മുടങ്ങാത്ത, കൽപ്പന പ്രമാണിക്കുന്ന ഈ ചെറുക്കനെ കണ്ടാൽ എന്തായിരിക്കും പറയുക? നിങ്ങൾ പറ, ഇതുപോലെ തങ്കപ്പെട്ട ഒരു പയ്യൻ മരുമോനാക്കാൻ കൊള്ളാം. ഞാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞത്, ഇതുപോലെ തങ്കപ്പെട്ട ഒരു പയ്യൻ. ഈ അമ്മമാരെ സ്ഥിരം പറയുന്ന ഒരു പല്ലവിയുണ്ട്, കണ്ട് കണ്ടത് പറയാറുണ്ട്, കണ്ടുപഠിക്കണം, കണ്ടുപഠിക്കണം. എന്റെ അമ്മ സ്ഥിരം പറയാറുണ്ട്, കണ്ടുപഠിക്കണം. ആരെന്നറിയാമോ? അപ്പുറത്തൊരു ചേച്ചിയുണ്ട്, ഇതുപോലൊരു പുസ്തകം 50 മാർക്കിൽ ആ സമയത്ത് പുള്ളിക്കാർക്ക് 48 മേടിച്ചായിരുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ മമ്മി ചോദിക്കുക, സാലി മമ്മി എവിടെ പോയത് നിന്റെ 2 മാർക്ക്? ഇവിടെ 50-ൽ 17 മേടിച്ചോണ്ടാ വരുന്നത്. അപ്പൊ അമ്മ വന്നേച്ച് പറയും, കണ്ടുപഠിക്ക്. നാട്ടുകാർ ഇവനെ നോക്കിയേച്ച് പറയും, കണ്ടുപഠിക്ക്, ഇവൻ എന്ത് നല്ല പയ്യനാ, കൽപ്പന പ്രമാണിക്കുന്നവൻ, ഓ അപ്പനെ അമ്മയെയും ബഹുമാനിക്കുന്നവൻ, ജീവിതത്തിൽ വിശുദ്ധിയുള്ളവൻ, കണ്ടുപഠിക്ക്. നാട്ടുകാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ സർട്ടിഫിക്കറ്റ്? ഗുഡ് മാൻ. സഭക്കാർ എന്ത് പറയും? ഗുഡ് മാൻ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നു. അപ്പൊ യേശുവിന്റെ അടുക്കൽ വരുമ്പോ അവനൊരു ടേംസ് ഉണ്ട്, അവനൊരു കണ്ടീഷൻ ഉണ്ട്. കർത്താവേ ഞാൻ ഇതൊക്കെയാ. ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? ജോലി ചെയ്യുന്നവർ, നിങ്ങൾ കമ്പനി കയറിയത് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ടാണോ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ടാണോ? അവരുടെ അഡ്മിഷൻ എടുക്കാൻ പോണ പിള്ളേരെ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ കോളേജിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ? ഉത്തരം കോളേജിന്റെ. IELTS എഴുതുന്നത് എന്തിനാ? IELTS പിന്നെ OET എന്തിനാ എഴുതുന്നേ? എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. തീർന്നില്ല, ഈ ഫോണിലുണ്ട് അല്ലേ? ഈ ഫോണിൽ പുതിയ ആപ്ലിക്കേഷൻ തുറക്കുമ്പോ അലൗ 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 അവരുടെ കണ്ടീഷനാണ്. അത് അലൗ ചെയ്യാതെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ ഒക്കത്തില്ല. ഗൂഗിൾ അക്കൗണ്ട്, their terms and conditions. Xiaomi account, their terms and conditions. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും കണ്ടീഷൻസ് എഗ്രി ചെയ്യണം. ഇനി ഞാൻ പറയും,
എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ, ആകെ കൂടെ എക്സ്പീരിയൻസ് ഉള്ളൂ. അതാ ഈ കുവൈറ്റ് നടക്കിടയ്ക്ക് പറഞ്ഞ് തെറ്റിയിരിക്കേണ്ട എന്നും കൂടെ കേട്ടാൽ മതിയല്ലോ. ഞാൻ പാസ്പോർട്ട് എക്സ്പയർ ആയിപ്പോയി. അച്ഛൻ വിളിച്ചേച്ച് പാസ്പോർട്ട് ശരിയായോ, ഞാനാണെങ്കിൽ ഉഴപ്പി, അന്ന് അപ്പുറത്തെ ലെവലിൽ വരെ ഉഴപ്പി. കാര്യം എൻ്റെ ചിന്ത ഇത് ട്രെയിനിൽ കയറി പോകുന്ന പോലെ സമയത്ത് എന്നെല്ലാം നടക്കുന്നതാണ്. ഇപ്പൊ എക്സ്പയർ ആയ പാസ്പോർട്ട് പുതുക്കാൻ പാസ്പോർട്ടിന്റെ ഓഫീസിൽ ചെന്നു. എന്റെ പാസ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പോൾ അവരെന്നോട് പറയുന്നത് നിനക്കൊരു എല്ല് കൂടുതലാണ്. എന്റെ തമാശ എന്ത് മനസ്സിലായില്ല? നിങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അല്ലെങ്കിലും കൂടുതലാണ്. അതല്ല ഉദ്ദേശിച്ചത്. എന്റെ വീട്ടുപേര് പുതുശ്ശേരി, പാസ്പോർട്ടിൽ കിടക്കുന്ന വീട്ടുപേര് പുതുശ്ശേരിയിൽ. ഒരു എല്ല് കൂടിപ്പോയി. അവർ പറഞ്ഞു ഒരു എല്ല് കുറച്ചേച്ച് വന്നാൽ കയറ്റി വിടാറുണ്ട്. അപ്പൊ എല്ല് കുറയ്ക്കണം. എല്ല് കുറയ്ക്കണമെങ്കിൽ മൂന്ന് എന്താ പറയാ ഐഡന്റിറ്റി കാണിക്കണം. പാസ്പോർട്ടിൽ പുതുശ്ശേരി, 10ാം ക്ലാസ് എടുത്തപ്പോ പുതുശ്ശേരി, എല്ലായിടത്തും ഞാൻ പുതുശ്ശേരിയിൽ എന്ന് എഴുതി കൊടുത്തേക്കുന്നത് പ്രശ്നമായി. പിന്നെ നോക്കിയപ്പോ ബാങ്ക് അക്കൗണ്ടും ആധാറും സെയിം അഡ്രസ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. പാൻ കാർഡ് സെയിം അഡ്രസ് ആയിരുന്നു, റേഷൻ കാർഡ് സെയിം അഡ്രസ് ആയിരുന്നു. ഇത് കൊണ്ടുപോയി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴാ അവരെന്നെ കുവൈറ്റിലേക്ക് പോകാൻ അനുവദിച്ചത്. സോ their terms and conditions. ഞാനൊരു കാര്യം പറയാം, സ്വർഗരാജ്യം എന്നുള്ളത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ല. ഇറ്റ് ഈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് കർത്താവിന്റെ ടേംസിന്റെ അകത്താണ് പോകുന്നത്. ദൈവമക്കൾക്ക് മനസ്സിലായോ? നമുക്കിനി ആര് സർട്ടിഫിക്കറ്റ് എഴുതി തന്നാലും സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ കർത്താവിന്റെ ടേംസിലെ പോകാൻ നോക്കൂ. ഇനി നമുക്ക് തിരിച്ചു വരാം. എന്താ ഒരു കുറവ്? ഒരു കുറവ് ഒരു കുഴപ്പമാണെന്ന് ചിന്തിച്ചാണോ നമ്മൾ തുടങ്ങി? ടൈറിന്റെ കാര്യം പറഞ്ഞു. ഇനി ഞാനൊരു പയ്യന്റെ കാര്യം പറയാം. പെൺകൊച്ചിനെ കാണാൻ ചെല്ലുന്നു, ചെറുക്കനില്ല, അപ്പനമ്മ ബന്ധുമിത്രാദികളെ ചെന്നേക്കുന്നത്. കഥയാട്ടോ, ഒരു സെൻസും ഇല്ലാത്ത കഥയാണ്, നല്ല രസത്തിന് പറയുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചെറുക്കനില്ല. അപ്പൊ ചെറുക്കൻ എന്ത് ചെയ്യും? അവന് അവധി കിട്ടിയില്ല. അവധി, എന്റെ കഥ ശ്രദ്ധിക്കണം, എല്ലാത്തിലും ഒരു ക്ലൂ ഉണ്ട്. അവധി കിട്ടിയില്ല. എന്നിട്ട് വീട്ടുകാർ ചെറുക്കന്റെ ഗുണം പറയാ, അവൻ കള്ളു കുടിക്കില്ല, അവൻ പുക വലിക്കില്ല, കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കില്ല, അനാവശ്യമായി ഒരു കാര്യവും അവൻ ചെയ്യില്ല. നല്ല ചെറുക്കനാണോ? പറ, ആണോ? ഇന്നത്തെ കാലത്ത് നല്ല ചെറുക്കനാണ്. അപ്പൊ വീട്ടുകാർ ചോദിച്ചു എവിടെയാ? കുവൈറ്റിലാണോ? അല്ല. അമേരിക്കയിലാണോ? അല്ല. വിയൂര്. അതൊക്കെ വിയൂര് എന്താ? സെൻട്രൽ ജയില്. നല്ല പയ്യനാണ്, കള്ളും കുടിക്കില്ല, പുകയും വലിക്കില്ല, കാശും ചെലവാക്കില്ല, കറങ്ങി നടക്കില്ല. പക്ഷെ പുള്ളി സെൻട്രൽ ജയിലില്ല. ഒരു കുറവ്, വേറെ ഒരു കുഴപ്പമില്ല, ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇവനെന്താ ഒരു കുറവ്? അതൊന്ന് വിശദീകരിക്കാനാണ്. എന്താ കുറവ്? സ്വർഗത്തിലേക്ക് നോക്കാം. എനിക്കൊന്ന് ഞാൻ ഈ 3 ദിവസം സ്വർഗത്തിൽ നോക്കാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ പറയുക, ലാസ്റ്റ് മെസ്സേജ് അല്ലേ, സ്വർഗത്തിലേക്ക് നോക്കാം. നിങ്ങൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ ആരെയൊക്കെ കണ്ടു? നമ്മൾ പോയില്ല, ഈ പുസ്തകം വായിച്ചാൽ മതി. ആരൊക്കെ സ്വർഗത്തിലുണ്ട്? നമ്മൾ എന്നാ പറഞ്ഞത്? ഇന്നലെയാണോ പറഞ്ഞത്? അല്ല, മിനിങ്ങാന്നാ പറഞ്ഞത് അല്ലേ? സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? കർത്താവുണ്ട്, കുഞ്ഞാറുണ്ട്, ദൂതന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്, 4 ജീവികളുണ്ട്, മനോഹരമായ പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ കണ്ടതാണ് കുറെ മനുഷ്യരെ കണ്ടു. അവരുടെ പ്രത്യേകത എന്താ? അവര് വെള്ള വസ്ത്രം ധരിച്ചവരാണ്, കുരുത്തോല പിടിച്ചവരാണ്, എണ്ണമില്ലാത്ത സംഘമാണ്. അവരെല്ലാവരും പാട്ട് പാടുന്നുണ്ട്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, മനോഹരമായ പാട്ട്. ഉടനെ യോഹന്നാൻ ചോദിച്ചു, ആരാ ഇവര്? ഈ കൂട്ടരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ യോഹന്നാൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. ഇവരാരാന്നറിയാമോ? ഇവര് കർത്താവിനെ സ്നേഹിച്ചവര്, കർത്താവിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവര്, കർത്താവിന് വേണ്ടി ജീവിച്ചവര്, കർത്താവിൽ മരിച്ചവര്. അതാ അവരുടെ പ്രത്യേകത. എന്താ അവരുടെ പ്രത്യേകത? പ്രത്യേകത ഒന്നും പറഞ്ഞില്ല, യോഹന്നാനോട് പറഞ്ഞില്ല. ആ വലതുവശത്തേക്ക് നല്ല മർത്തോമക്കാരായിരുന്നു. ഇനി മെതഡിസ്റ്റിൽ നമ്മുടെ അച്ഛനുള്ളത് കൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് മെതഡിസ്റ്റുകാര്, ഈ ഇടയ്ക്ക് നിൽക്കുന്നത് CSIക്കാര്. ഞാൻ മിഷൻസ് ഇന്ത്യക്കാരായതുകൊണ്ട് ആ നിൽക്കുന്നതല്ല, മിഷൻസ് ഇന്ത്യയുടെ കെയർ ഓഫില് വന്നവര്. അങ്ങനെ ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു, നമ്മുടെ സീറ്റ് ഉറപ്പാ. പക്ഷെ കണ്ടവർക്ക് ഒറ്റ പ്രത്യേകതയുള്ളൂ,
പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിച്ചു എന്നുള്ളത് അവരുടെ യോഗ്യത. സ്തോത്രം. കൊല്ലം മനസ്സിലായോ? നിത്യജീവനെ പ്രാപിക്കാൻ എന്നതാണ്. അവനോട് കർത്താവ് പറഞ്ഞു, നിനക്ക് നിത്യജീവനാണോ വേണ്ടത്? എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്ക്. എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? അവൻ ഭയങ്കര സമ്പന്നനാണ്. ഇവനോട് ഭയങ്കര സ്നേഹമാണ്. ഇവന്റെ ധനത്തോട് ഇവന് ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹം കൊണ്ട് എങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല, സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. Partial love will never help you to enter the kingdom of God. ദൈവം എന്താ പറഞ്ഞു? ദൈവം പറയുക, നീ സ്നേഹിച്ചാൽ പൂർണ്ണ, ആ വാക്ക്, with all your heart, with all your mind, with all your soul, with all your strength. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ നിത്യജീവൻ പ്രാപിക്കാൻ വെരി സിമ്പിൾ കമാൻഡ്മെന്റ് എന്നറിയാമോ? നിനക്കുള്ളതിനേക്കാളും, നിന്നെക്കാളും, നിന്റെ കുടുംബത്തെക്കാളും നീ കർത്താവിനെ സ്നേഹിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കുക. എനിക്കൊരു ചോദ്യം ദൈവമക്കളോടുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്ക് അനലൈസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഹൗ ഫാർ വി ലവ് ഗോഡ്? ഹൗ ഫാർ? നിങ്ങളും എന്നെയും ഒരു തൂക്കുപാത്രത്തിൽ വെച്ചു. യു മെഷർ യുവർസെൽഫ്. ഈ സ്നേഹത്തിന്റെ രഹസ്യം പറഞ്ഞു നിർത്താം. സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ ദൈവമക്കളെ? പിള്ളേരോട് ചോദിച്ചാൽ പറയും, സ്നേഹത്തിന് കണ്ണില്ല, കാതില്ല, മൂക്കില്ല, ചെവിയില്ല, ചിന്തയില്ല, ഒന്നുമില്ല. സ്നേഹിച്ച, ഞാനിത് യവനക്കാർക്ക് വേണ്ടി കൂടെ കേട്ടോ പറയാം, നിങ്ങളെ മാത്രമല്ല, നിങ്ങളോട് ഞാൻ അലറി മടുത്തു ബാക്കിയുള്ളവരോട്. അതുകൊണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറയുന്നു. നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കഥയാണ്. 2 യവനക്കാർ തമ്മിൽ സ്നേഹിച്ചു. കോമൺ ആസ് യൂഷ്വൽ. അമേരിക്കക്കാർ പറയും, ഇഫ് യു ഡോണ്ട് ഹാവ് എ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് യു ഹാവ് എ പ്രോബ്ലം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തിരിച്ചാണ്, ഇഫ് യു ഹാവ് എ ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് യു ഹാവ് എ പ്രോബ്ലം. അവരുടെ നാട്ടിൽ ചെന്നാൽ ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് യു ഹാവ് എ പ്രോബ്ലം. അതാണ് എന്റെ വ്യത്യാസം. ഐ ഡോണ്ട് നോ വാട്ട് പ്രോബ്ലം യു ഹാവ് ഹിയർ ഇൻ ബോംബെ. ഞാൻ നാട്ടിലെ അമേരിക്കയിലെ കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചുള്ളൂ. ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. വീട്ടുകാർ സമ്മതിക്കുകയല്ല. അപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ചിന്തിക്കരുത്. ഒരുമിച്ച് മരിക്കണം. മരിക്കാൻ വേണ്ടി അങ്ങ് ഇരുന്നു. മലയുടെ കൊണ്ടേ കയറി. പിന്നെ സൂയിസൈഡ് പോയിന്റ്, എടുത്ത് ചാടാനുള്ളതാണ് തീരുമാനം. അപ്പൊ 2 പേർക്കിടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൂ വിൽ ജംപ് ഫസ്റ്റ്? ആദ്യം പറഞ്ഞു 2 പേരും കൂടെ ചാടാം. അപ്പൊ 2 പേർക്കും ധൈര്യമില്ല. അപ്പൊ ചെറുക്കൻ പറഞ്ഞു യു ജംപ്, പെണ്ണ് പറഞ്ഞു നീ യു ജംപ്. എന്റെ ഈ പെൺപിള്ളേരുടെ വാക്ക് കേൾക്കുന്ന ആമ്പിള്ളേരൊക്കെ സൂക്ഷിച്ചോളാം. അവള് പറഞ്ഞു നീ പോയതിന്റെ സങ്കടത്തിൽ ഞാൻ പുറകെ ആടിക്കോളാം. അവളുടെ വാക്ക് കേട്ടോണ്ട് ഈ ചെറുക്കിന്റെ എടുത്തൊരു ചാട്ടമാണ്. എടുത്ത് ചാടി. ഉടനെ ഈ പെൺകൊച്ച് കണ്ണു പൊത്തിച്ച് പറയുക, ലവ് ഈസ് ബ്ലൈൻഡ്. ലവ് ഈസ് ബ്ലൈൻഡ്. സ്നേഹത്തിന് കണ്ണ് കാണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേരുടെ പാലച്ചൂട്ടി പൊങ്ങി വന്നേച്ച് പറയുക, ലവ് നെവർ ഡൈ. സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ല. സ്നേഹത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, യഥാർത്ഥ സ്നേഹത്തിന്. എന്താ യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രത്യേകത? ശ്രദ്ധിക്കണേ. കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അളവുകൾ പറയും. 1, ആ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ ഒരു അല്പസമയം, എ ഡേ, ലിറ്റിൽ ടൈം വിത്ത് യുവർ ലവിംഗ് ഗോഡ്. ശ്രദ്ധിച്ചോ, പള്ളി വന്നിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പള്ളി വരണം, വിശുദ്ധ കുർബാന കൂടണം, നല്ലതാ, ആരാധന പങ്കെടുക്കണം. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി വർഷിപ്പ്. ബട്ട് there is a difference in personal worship. ദൈവത്തെ സ്നേഹിക്കുന്നവൻ വ്യക്തിപരമായി എത്ര തിരക്കുള്ള ജീവിതത്തിന്റെ നടുവിലും അല്പനേരം സ്വർഗസ്ഥ പിതാവിനോട് കൂടെ സമയം ചെലവഴിക്കും. സ്തോത്രം. ഞാൻ മെഷർമെന്റാ പറഞ്ഞത് ദൈവമക്കളെ. എന്നെ നിങ്ങളെയും ഒരേ തൂക്കുപാത്രത്തിൽ നിർത്തിക്കൊണ്ടാ പറയുന്നത്. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ in your personal time you have a little time to spend with your heavenly father. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവ
സ്നേഹിക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിനെ ഭയങ്കര എന്നോടും വലിയ ഇഷ്ടമാണ്. അവൾക്ക് എനിക്ക് തിരിച്ചു അങ്ങനെ. അപ്പൊ പെമ്പിള്ളേർക്ക് നോർമലി അപ്പന്മാരോടാണ് പറ്റു മുഴുവൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യ പറയും ഞാൻ വെറുതെ വളർത്തുകയാണ്, ഞാൻ പോകുമ്പോൾ ഒന്നും മേടിച്ചുകൊണ്ട് പോകത്തില്ല, ഞാനൊരു ടിപ്പിക്കൽ ഓൾഡ് ടൈപ്പ് ഓഫ് ഫാദർ. എൻ്റെ വൈഫിനാണെങ്കിൽ എന്ത് കണ്ടാലും ഇവൾക്ക് മേടിച്ചു കൊടുക്കണം. ഇവളാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കടയിൽ കൂടെ കയറി അതുമൊക്കെ മേടിച്ചോണ്ട് വരും. അപ്പൊ ചെന്നേച്ച് ഇവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പ മേടിച്ച് തന്നതാണോ എന്ന്. അപ്പനും ആ സാധനവും തമ്മിൽ ഒരു ബന്ധമില്ല, എന്നാലും അപ്പനോടൊരു സ്നേഹം. എനിക്ക് തിരിച്ചങ്ങനെ. എൻ്റെ ഓഫീസ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ കാണും, ഞാൻ വേറെക്കും പോകത്തില്ല. എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഈ രണ്ടു കൂട്ടർക്കും ആ സ്നേഹമുണ്ട്. എന്നോട് കൂടെ ഇരിക്കാൻ എൻ്റെ കുഞ്ഞ് പ്രിയപ്പെടുന്നു, അവളോടുകൂടെ ഇരിക്കാൻ ഞാൻ പ്രിയപ്പെടുന്നു. രാവിലെ വിളിച്ചപ്പോ ചോദിച്ചു, അപ്പൊ എത്ര ദിവസം കൂടെ കഴിഞ്ഞാ വരുന്നേ? ഹൗ മെനി മോർ ഡേയ്സ്? ഞാൻ പറഞ്ഞു 2 days. അപ്പൊ മുഖത്തെ ചിരി ഞാൻ കണ്ടു, അത് എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ഒരു അപ്പൻ എന്ന നിലയിൽ എൻ്റെ കുഞ്ഞിന്റെ കൂടെ ഞാൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ, എൻ്റെ കുഞ്ഞ് എന്നോടുകൂടി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ അവനോടുകൂടെ സമയം ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് നിങ്ങളെ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുമ്പിൽ ഇരിപ്പീൻ എന്ന കർത്താവ് പറഞ്ഞത്. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? സ്നേഹം ഉണ്ടതിന്റെ അർത്ഥം എന്നാ? യു ഹാവ് എ പേഴ്സണൽ ടൈം വിത്ത് യുവർ ഗോഡ്. അവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്കെന്നും ഭക്ഷണം വേണം. 3 നേരവും വേണ്ടേ? 3 നേരവും വേണ്ടേ? ഞാൻ 3 നേരവും വേണം. ഞാൻ വലുതായി കഴിച്ചില്ലെങ്കിൽ ഈ വട്ടുപിടിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നല്ലത് കഴിക്കണം എന്നൊക്കെ പറയും. അപ്പൊ എനിക്കും ഭക്ഷണം 3 നേരം വേണം. എന്തിനാ? ആരോഗ്യത്തിന്. ഞാൻ ചോദിച്ചോട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അകത്തൊരു മനുഷ്യനുണ്ട്, that man called inner man or spiritual man. പുള്ളിക്ക് ഭക്ഷണം വേണം. എന്താ പുള്ളിയുടെ ഭക്ഷണം? നിങ്ങൾ പറഞ്ഞു, എന്താ അദ്ദേഹത്തിന്റെ ഭക്ഷണം? രക്ഷിക്കപ്പെട്ട യേശുവിനെ സ്വീകരിച്ച ഒരു ദൈവവൈതലിന്റെ സ്പിരിച്വൽ ഫുഡ് എന്താണെന്നറിയാമോ? പൊക്കി പിടിച്ചു പറയാം, തിരുവചനം. 1 പത്രോസ് 2:1 ആകയാൽ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഒരു പൈതലെ ജനിച്ചാൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭക്ഷണം എന്താണെന്നറിയാമോ? എന്താ? മീൻകറി കൊടുക്കാൻ ഒക്കുകയില്ല, നിങ്ങൾക്കറിയാം. ചോറ് കൊടുക്കാൻ ഒക്കുകയില്ല, കുറുക്ക് കൊടുക്കാൻ ഒക്കുവോ? ജനിച്ച കുഞ്ഞിന് ഒക്കുകയില്ല. ആദ്യത്തെ ഫീഡിങ് എന്താ? ദ ഫസ്റ്റ് ഫീഡിങ്, അതാ മിൽക്ക്. ഈ വേദപുസ്തകം പറയുക, ഒരുവൻ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ ഫീഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ദൈവവചനം. ചോദിച്ചോട്ടെ, ചോദിക്കുക. സോൾവ് ക്വസ്റ്റ്യൻസ് ടുവേർഡ്സ് യു ആൻഡ് ടുവേർഡ്സ് മീ. നിങ്ങളോടും എന്നോടും. സങ്കീർത്തനമല്ലാതെ വേദപുസ്തകം മൊത്തത്തിൽ വായിച്ച എത്ര പേരുണ്ട്? കൈ ഉയർത്തരുത്, ഒരാവശ്യമില്ല. ഈ വേദപുസ്തകം ചിന്തിച്ചാൽ മതി. ഈ തിരുവചനം ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ അച്ഛന് അടുത്ത വർഷത്തേക്ക് ഒരാളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 84 തവണയാണ് വേദപുസ്തകം വായിച്ചു തീർത്തത്. 84 times. 40 വയസ്സേ ആയിട്ടുള്ളൂ. CSI കാരനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടു സഹോദരനാണ്. നോ ലൂസ് ടോക്ക്. ആവശ്യമില്ലാത്ത ഒരു കാര്യം സംസാരിക്കില്ല. അതുകൊണ്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നാവിൻ്റെ അകത്ത് തീ വരും. ഒരാളുടെ തലയെ കൈവച്ചാൽ അവൻ അകത്ത് മറച്ചു വെച്ചേക്കുന്നത് പുള്ളി വിളിച്ചു പറയും. ഒരു സംശയവും വേണ്ട. ദൈവകൃപ എന്താണെന്നറിയാമോ? ഇന്നർ മനുഷ്യനെ ഫീഡ് ചെയ്യുന്നത് വചനമാണ്. ചോദിച്ചോട്ടെ, അപ്പനമ്മമാരോടാണ്. നിങ്ങളൊക്കെ തിരക്കുള്ളവരാണ്. ഈ ബോംബെ പട്ടണം തിരക്ക് പിടിച്ച പട്ടണമാണ്. നിത്യജീവിതത്തിന് വേണ്ടി ഓടുന്നവരാണ്. ടോട്ടലി എഗ്രി ദാറ്റ്. ഞാനത് പൂർണ്ണമായി സമ്മതിക്കുന്നു. എന്നാൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറക്കാറില്ല. ദിവസത്തിൽ 1 നേരമെങ്കിലും ഈ വചനമെന്ന ഭക്ഷണം ആത്മമനുഷ്യനെ ഫീഡ് ചെയ്യാറുണ്ടോ? സ്തോത്രം. ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിക്കാനുള്ള ടേംസ് എന്താ? കണ്ടീഷൻസ് എന്താ? ഇറ്റ്സ് നോട്ട് യുവർ ടേംസ്, ഇറ്റ്സ് നോട്ട് യുവർ കണ്ടീഷൻസ്, ഇറ്റ് ഈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ സേവിയർ.
കർത്താവിന്റെ ടേംസാ. എന്താ കർത്താവിന്റെ ടേംസ്? നീ എന്നെ സ്നേഹിക്കണം. ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഒറ്റ ചോദ്യം. ഞാനറിയാമോ? സൈമൺ പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്വർഗത്തിൽ ചെന്ന് നിൽക്കുമ്പോഴേ ഈ ഹൃദയത്തെ എടുത്ത് പുറത്തു വെക്കുന്ന, നിരൂപണത്തെ പുറത്തു വെക്കുന്ന, ചിന്തകളെ പുറത്തു വെക്കുന്ന ദൈവം ഒരു ചോദ്യം ചോദിക്കും. ഞാനറിയാമോ? നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചു? ഉത്തരം ദൈവമക്കളോട് പറയാം, സ്നേഹിക്കുന്നവരുള്ളതാണ് ദൈവരാജ്യം. ഇനി സമയമായോ? കാണാനില്ല. അവിടെ 12:10. എന്നാൽ എനിക്ക് ഇവരോടൊരു കാര്യം പറയാം. ഈ പിള്ളേരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്നേഹിക്കുന്ന ദൈവം നരകത്തിൽ വിടുവോ? I don't know whether you have this question or not. ഇല്ലേ, loving God will send man to eternal condemnation. ഒരു ചോദ്യമാണ്, ഈ കാലത്തൊക്കെയുള്ള ചോദ്യമാണ്. നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. ബോറടിച്ചാൽ തിരിച്ചടിച്ചേക്കാം, അല്ലാതെ പെരുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇത്രയും കൂടെ പറഞ്ഞ് നിർത്തത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ, സമയം പോയി തീർന്നു. ദൈവം നരകത്തിൽ വിടുവോ? ഉത്തരം വിടും. എന്തുകൊണ്ടെന്ന് പറയാം. ദൈവത്തിന്റെ കോപം കൊണ്ടല്ല. ഈ ഭൂമിയിൽ എത്ര വർഷം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. 60, 70, 50, 40, 30 കിട്ടുന്നിടത്തോളം കർത്താവ് പുറകെ നടക്കും. ദൈവത്തിന്റെ ആത്മാവ് പുറകെ നടക്കും. പ്രത്യേകിച്ച് ദൈവമക്കളുടെ, ക്രിസ്ത്യാനികളുടെ പുറകെ നടക്കും. വചനം കൊണ്ട് സംസാരിക്കും, മനുഷ്യരിലൂടെ ഇടപെടും. ദൈവത്തിന്റെ വചനം പറയും, നീ എന്നിലേക്ക് വാ, എന്റെ അടുത്ത് വാ, എന്നെ സ്നേഹിക്ക്. പക്ഷെ ചില മനുഷ്യരുണ്ട്, അവര് കർത്താവിനോട് പുറം തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവേ, എൻ്റെ ജീവിതം ഞാനത് ജീവിച്ചു തീർക്കട്ടെ, എന്നെ ശല്യപ്പെടുത്തരുത്. ഈ പിള്ളേരുടെ ടീഷർട്ടിലല്ല എഴുതി വെക്കുന്ന ഒരു കാര്യം, മൈ ലൈഫ്, മൈ ലൈഫ്, മൈ റൂൾസ്. ഇന്ന് തിരിഞ്ഞു പറയും, ലോർഡ്, ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ റൂൾ, ലെറ്റ് മീ ലിവ്, പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ് മീ, പ്ലീസ് ഡോണ്ട് കം ആഫ്റ്റർ മീ. എന്റെ പുറകെ വരരുത്, എന്നോട് പുറകെ വരരുത്. എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാൻ നേരമില്ല, നിന്നെ സ്നേഹിക്കാൻ നേരമില്ല. ലെറ്റ് മീ എൻജോയ് മൈ ലൈഫ് വിത്ത് ഓൾ ദ പ്രഷർ. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്രത്തോളം ഞാൻ അങ്ങ് എൻജോയ് ചെയ്യട്ടെ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഈ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നാണെന്നറിയാമോ? അവരുടെ സാന്നിധ്യം നമുക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ പറയുക, your presence is a disturbance for me എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ പറയും, ഓക്കെ ശരി, ടാറ്റ, ഇനി നമ്മൾ മേലാൽ കാണില്ല, ലെറ്റ് മീ ഗോ. 60 വർഷം അല്ലെ 70 വർഷം കഴിഞ്ഞ് മരിച്ചു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ കാണുക. കർത്താവിനോട് കർത്താവ്, ഞാനൊന്ന് കയറിക്കോട്ടെ. കർത്താവ് ചോദിച്ചു, 70 വർഷം നിന്റെ പുറകെ ഞാൻ നടന്നില്ലേ? നിനക്കെന്നെ വേണ്ടായിരുന്നു, നിനക്കെന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ നിന്നോട് എന്റെ കൂടെ വസിക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് പറ്റുമല്ലായിരുന്നു. നിന്റെ ജീവിതം, നിന്റെ റൂൾസ്, നിന്റെ എന്റർടൈൻമെന്റ്, നീ എന്നിൽ സന്തോഷിച്ചിട്ടില്ല. എന്റെ പാട്ട് നിനക്ക് അലർജി, എന്റെ വചനം നിനക്ക് അലർജി, എന്റെ സാന്നിധ്യം നിനക്ക് അലർജി. ദൈവം ചോദിക്കും, അങ്ങനാണ് ഈ കുഞ്ഞെ, ഈ നിത്യത മുഴുവൻ നീ എന്റെ കൂടെ എങ്ങനെ ചെലവഴിക്കും? 70 വർഷം നിനക്ക് എന്റെ കൂടെ ചെലവഴിക്കാൻ മനസ്സില്ലാത്ത നീ എങ്ങനെ നിത്യത എന്റെ കൂടെ ചെലവഴിക്കും? ദൈവത്തിന്റെ ചോദ്യമാണ്. എന്റെ ദൈവം പറയും, നീ എൻജോയ് ചെയ്ത എന്റർടൈൻമെന്റ് ഇല്ലേ, നീ കണ്ട ഹോളിവുഡും ബോളിവുഡും ഏതാണ്ട് വുഡുകാരൊക്കെ ഇല്ലേ, അവരൊക്കെ അവിടെ കിടപ്പുണ്ട്. എവിടെ? കത്തുന്ന തീക്കകത്ത്. അവിടെ എന്റർടൈൻമെന്റ് ഉണ്ട്, അവിടെ എന്റർടൈൻമെന്റ് ഉണ്ട്, സത്യമാണ്. അവിടത്തെ പുറു ചാകത്തില്ല, അവിടത്തെ തീ കിടത്തില്ല. ഞങ്ങളുടെ സാറിന്റെ ഭാഷയെ പറഞ്ഞ വായിക്കൂടെ കയറി മൂക്കിക്കൂടെ വരും. അവിടത്തെ പുഴു എന്റർടൈൻമെന്റ് അവിടെ ഉണ്ട്. നീ ഉദ്ദേശിച്ച എന്റർടൈൻമെന്റ് മുഴുവൻ അവിടെ ഉണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, സോ ഹാവ് യുവർ വേ. അതാ നരകം. മനസ്സിലായോ? കോപം കൊണ്ട് എറിഞ്ഞു കളയുന്നതല്ല. സ്നേഹമുള്ള ദൈവം പറയും, പൊക്കോ, നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, കൃപയുടെ വാതിൽ അതെല്ലാ കാലത്തും തുറന്നിരിക്കില്ല. അച്ഛൻ ആദ്യ ദിവസം പാടിയ പാട്ടിൽ ഒന്നാം, കൃപയുടെ വാതിൽ എല്ലാ ദിവസവും തുറന്നിരിക്കില്ല.
ആ തുറന്നിരിക്കുന്ന വാതിലിലൂടെ ഇന്ന് പ്രവേശിക്കുന്നവൻ ഭാഗ്യവാൻ. ഒറ്റ കണ്ടീഷനുള്ളൂ, ലവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ഈ അമ്പർനാഥ് പള്ളിയിലിരിക്കുന്ന കൊച്ചുമക്കൾ തൊട്ട് യൗവനക്കാർ തൊട്ട് സകല മാതാപിതാക്കൾക്കും ആ നല്ല കർത്താവിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കർത്താവ് അധികം കൃപ നൽകട്ടെ. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. സമാപന സമയമാണല്ലോ. നമ്മളെല്ലാം ഇനി പിരിയുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, അടിയനോട് കൂടി ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാം തന്റെ കൃപയ്ക്കകത്ത് പാലിക്കട്ടെ. നിത്യത നിങ്ങൾക്ക് ഉറപ്പായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൽ നിങ്ങൾ വളരട്ടെ. കർത്താവിൽ നിങ്ങൾ ബലപ്പെടട്ടെ. നമ്മളെല്ലാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരട്ടെ. ഹല്ലേലൂയ. എങ്കിലും ഒരു കാര്യം പറയണം, കൃപയുടെ വാതിൽ എല്ലാ കാലവും തുറന്നിരിക്കില്ല. മറക്കരുത്, കൃപയുടെ വാതിൽ എല്ലാ കാലവും തുറന്നിരിക്കില്ല. അടയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദര, ഇപ്പോൾ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, നിങ്ങൾക്കും പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് ആ ലൈൻസ് ഒന്ന് പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നേ, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്ന പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നേ, ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നേ. ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങിടുന്ന യോനയെ പോലുള്ളോരെ, കപ്പലിൽ ഉറങ്ങിടുന്ന യോനയെ പോലുള്ളോരെ, എത്ര നാളുറങ്ങിടുമോ കർത്താവ് ഇപ്പോൾ വന്നിടും. എത്ര നാളുറങ്ങിടുമോ കർത്താവ് ഇപ്പോൾ വന്നിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ ടേംസേ ഉള്ളൂ, ഒറ്റ കണ്ടീഷനേ ഉള്ളതുണ്ടോ. നീ ഒരുപാട് സ്ഥലത്തൊന്നും ടിക്ക് ചെയ്യണ്ട, ഒരുപാട് സ്ഥലത്ത് എഴുതി കൊടുക്കണ്ട, ഒരുപാട് സ്ഥലത്തൊന്നും എഗ്രിമെന്റ് വെക്കണ്ട. ഒറ്റ കാര്യം അംഗീകരിച്ചാൽ മതി. കർത്താവേ, ഞാൻ എന്നെക്കാളും എനിക്കുള്ളതിനേക്കാളും നീ തന്ന എല്ലാറ്റിനേക്കാളും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ചിലരുടെ ഒക്കെ ഹൃദയം നിറഞ്ഞത് പറയട്ടെ. സ്തോത്രം. സ്വർഗം കർത്താവിനെ സ്നേഹിച്ചവരുടെ സ്ഥലമാണ്. കർത്താവിന്റെ കൂടെ വസിപ്പാൻ ഇഷ്ടപ്പെട്ടവരുടെ സ്ഥലമാണ്. കർത്തൃ സാന്നിധ്യത്തിൽ സന്തോഷിച്ചവരുടെ സ്ഥലമാണ്. കർത്താവിന്റെ വചനത്തിൽ ഉല്ലസിച്ചവരുടെ സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ മക്കളെ, നീ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ പുസ്തകം തുറന്നു വെച്ച് ഉറപ്പോടെ പറയുന്നു, നിനക്കുള്ളതാണ് ദൈവരാജ്യം. നിനക്കൊരു ശങ്കയും വേണ്ട, ഒരു ശങ്കയും വേണ്ട, ഒരു ശങ്കയും വേണ്ട. ജീവിതത്തിന്റെ കഷ്ടതയും ബുദ്ധിമുട്ടും ഒന്നും നിന്നെ ഭാരപ്പെടുത്തേണ്ട. നിനക്കുള്ളതാ ദൈവരാജ്യം. കർത്താവിനെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്കുള്ളതാ സ്വർഗരാജ്യം. തിരിച്ചു ചിന്തിച്ചോ. എനിക്കെന്റെ കർത്താവിനോട് പ്രിയമില്ലെങ്കിൽ, എനിക്കെന്റെ ദൈവത്തോട് പ്രിയമില്ലെങ്കിൽ, അയ്യോ ഞാൻ അശ്വര മനുഷ്യൻ. ഞാൻ കേട്ട വചനവും ചെലവഴിച്ച സമയവും വൃഥാവായി പോയി. അതുകൊണ്ട് ഇന്ന് പകലിൽ ഇവിടെ നിന്നിറങ്ങുമ്പോൾ മെഷർ യോർസെൽഫ്, മെഷർ യോർസെൽഫ്. നിന്നെ തന്നെ തൂക്കി നോക്കിക്കോ. നിന്നെ തന്നെ തൂക്കി നോക്കിയാൽ നീ ശിക്ഷാവിധിക്ക് കാരണക്കാരനാകില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അപ്പനോട് എന്ത് പ്രിയമാണ്. പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 4 ദിവസം ജനത്തോടൊന്നിച്ച് വചനത്തിൽ ശുശ്രൂഷിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ആയുസിൽ ഇതുവരെ വരാത്ത പട്ടണത്തിൽ കാണാത്ത ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആയുസിൽ ഒരിക്കൽ കൂടെ തന്ന
വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. അച്ഛനും കുടുംബത്തിനുമായി സ്തോത്രം. ബിജുവച്ചനും കുടുംബത്തിനുമായി സ്തോത്രം. ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് എത്തുക. കർത്താവേ, ഇനി കാണുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി കാണുമോ എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഭൂമിയിൽ ഒരു കണ്ടുമുട്ടലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ജീവിതത്തിൻ്റെ അവസാനം എന്നു അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിരിയുമ്പോൾ ഇനി കണ്ടാലും കണ്ടില്ലെങ്കിലും പേർ വിളിക്കുന്ന നാളും കാഹളം മുഴങ്ങുന്ന ദിവസം വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുന്ന മഹൽ സമ്മേളനത്തിൽ അമ്പർനാഥിടവകയിലെ എല്ലാ ദൈവമക്കളും ഈ സഭയിൽ ശുശ്രൂഷിച്ച അടിയനും ഒരുമിച്ച് ചേർന്ന നല്ല ദിനത്തിൽ കർത്താവിൽ സന്തോഷിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയുടെ വാതിലിന്റെ പുറത്ത് നിന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ സ്നേഹത്താൽ അവരെ ആകർഷിക്കണമേ, അകത്ത് കയറ്റണമേ. ആ സ്നേഹം കുറഞ്ഞു പോയവരുണ്ടെങ്കിൽ നിന്റെ ആത്മാവിനാൽ അവരുടെ അകത്തത് പകരണമേ. അനുദിനം ആ സ്നേഹം വർദ്ധിച്ചു വരട്ടെ കർത്താവേ. പ്രിയനോടുള്ള സ്നേഹം, ക്രൂശിക്കപ്പെട്ടവനോടുള്ള സ്നേഹം, രക്ഷിച്ചവനോടുള്ള സ്നേഹം, വീണ്ടെടുപ്പുകാരനോടുള്ള സ്നേഹം, വില കൊടുത്തു വാങ്ങിയവനോടുള്ള സ്നേഹം, നിത്യത വാഗ്ദത്തം ചെയ്തവനോടുള്ള സ്നേഹം, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം ഞങ്ങളകത്ത് അനുദിനം വർദ്ധിച്ചു വരട്ടെ കർത്താവേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങളെ ചികിത്സിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ, ഞങ്ങളെ സമാധാനത്തോടെ അയക്കണമേ. യേശു കർത്താവിന്റെ നല്ല നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവേ യേശുമിശിഹായുടെ കൃപയും പരിശുദ്ധ റൂഹായുടെ അനുഗ്രഹങ്ങളും വാഴും നാം എല്ലാവരോടും നാം കേട്ട ദൈവവചനത്തിൽ നമ്മുടെ കൃത്യത്തിൽ ശുശ്രൂഷ ചെയ്തായ പ്രിയദാസനോടും കുടുംബത്തോടും അദ്ദേഹത്തിനെ തുടർന്നുള്ള ശുശ്രൂഷകളോടും നമ്മളോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനോടും ഇടവകയും കടന്നു വന്ന ദൈവജനത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ ദൈവം തരണമേ. കാണും വരെ ഇനി നാം തമ്മിൽ നമുക്കെല്ലാവർക്കും ചായ സ്നാക്സും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് പങ്കെടുത്തിട്ട് പോവുക, സമാധാനക്കാരെ പോവുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഞായറാഴ്ച 8 മണിക്കാണ് പുസ്തകം.